റഹീം, നിങ്ങൾ ഈ പരാജയത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് ശേഷം എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തുമ്പോൾ പരാജയ കാരണങ്ങളായി എതിർപക്ഷത്തുള്ളവർക്കെതിരെയുള്ള കാരണങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ആത്മപരിശോധന എന്നൊന്ന് ഈ പ്രതികരണങ്ങളിൽ വാർത്താസമ്മേളനത്തിൽ കണ്ടില്ല. ഉറപ്പായും യോഗത്തിനകത്ത് അതുണ്ടായിട്ടുണ്ടാകാം. കാരണം ഇത് ഒരു ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണ് എന്ന് CPI, നിങ്ങളുടെ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി CPI ആവശ്യപ്പെടുന്നുണ്ട്. ആത്മപരിശോധനയും ഗതിമാറ്റവും അനിവാര്യമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ആത്മപരിശോധനകൾ നടത്തി അതിനെക്കുറിച്ചൊന്നും പുറത്തു പറഞ്ഞു കണ്ടില്ല. എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പരാജയകാരണമായിട്ടുള്ള വിലയിരുത്തൽ, റഹീം? അല്ല, അത് വിലയിരുത്താൻ പോകുന്നല്ലേ ഉള്ളൂ. അതാണല്ലോ ഇന്ന് സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ വളരെ വിശദമായി വിശദീകരിച്ചത്. ഞങ്ങൾ ഈ മാസം തന്നെ വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി മുഴുവൻ പാർട്ടി ജില്ലാ കമ്മിറ്റികളും യോഗം ചേരും. ഈ മാസം തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും. അതിനുശേഷം ഈ വരുന്ന എല്ലാ വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു കൃത്യമായ മൂർത്തമായൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും. ഞങ്ങളുടെ നിഗമനത്തിലേക്ക് എത്തിച്ചേരും. അത് വിലയിരുത്തും, ആഴത്തിൽ തന്നെ പരിശോധിക്കും. അത് പരാജയങ്ങളുണ്ടാകുമ്പോൾ മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് CPIയും പരിശോധന നടത്തുക. വിജയങ്ങളിലും ഞങ്ങൾ പരിശോധന നടത്തും. ഇതിപ്പോൾ പരാജയമുണ്ടായാലും പരിശോധന നടത്തും. ഇവിടെ വരുന്നൊരു പ്രശ്നം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായി ഞാൻ ഇവിടെ ശ്രീ ചെക്കുട്ടി പറഞ്ഞ ചില കാര്യങ്ങളോട് ശക്തമായ ഭാഷയിൽ മറുപടി പറയാനുണ്ട്. ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് കുറേ ദിവസമായി ഒരു വലിയ നരേഷൻ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തു വരുന്നു. ഇതെല്ലാമായി ഇനി മുഖ്യമന്ത്രിയുടെ കുപ്പായം തുന്നി കാറി കയറി ഇങ്ങോട്ട് വന്നിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് UDF അധികാരത്തിലേക്ക് എത്തി. BJP കേരളത്തിലെമ്പാടും തൂത്തുവാരിയിരിക്കുന്നു. പണ്ട് അഹമ്മദാബാദ് പിടിച്ചു, എന്നിട്ടാണ് ഗുജറാത്ത് പിടിച്ചത്. അതുപോലെ തിരുവനന്തപുരം നഗരസഭ പിടിച്ചു. അതുകൊണ്ട് കേരളമാകെ പിടിക്കാൻ പോവാണ്. പ്രധാനമന്ത്രി 2 തവണയാണ് ട്വീറ്റ് ചെയ്തത്. സോക്കോൾഡ് ദേശീയ മാധ്യമങ്ങൾ വലിയ തോതിൽ അത്തരമൊരു പ്രചാര വേല സംഘടിപ്പിക്കുന്നു. ഇപ്പം രാജ്യമാകെ BJPയും പിന്നെ കേരളത്തിലാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ കുപ്പായം തന്നെയിട്ട് ആരൊക്കെ മന്ത്രിമാരാണെന്നുള്ള ചർച്ച സ്വയമേവ നടത്തി തുടങ്ങി. അപ്പോൾ ഈ നിലയിലാണ് കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് പോകേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. വളരെ വ്യക്തമായി തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, വോട്ട് വിഹിതത്തിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭ, ഇവിടെ പ്രധാനമന്ത്രി തന്നെ ട്വീറ്റ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവനന്തപുരത്താകെ എന്തോ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. ഇതിനെ പ്രധാനമന്ത്രിയെ പറയുന്നു. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ ശശി തരൂർ MP, സ്ഥലം MP ആണ്. അദ്ദേഹം തന്നെ നടത്തിയത് മിന്നുന്ന വിജയമെന്നാണ്. അങ്ങനെ മിന്നുന്ന വിജയം BJPക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇനി പോട്ടെ, ഇടതുപക്ഷത്തിനാകെ അങ്ങ് തകർന്ന് തരിപ്പണമായി പോയോ? അവിടെ ഇല്ല. 2020 ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ നഗരസഭയിൽ LDFന് കിട്ടിയത് 35% വോട്ടാണ് ആകെ കിട്ടിയത്. ആകെ വോട്ടെടുത്താൽ ഇത്തവണ അത് ഞങ്ങൾക്ക് 36% വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം, റിയാലിറ്റി. ഇപ്പം ഞങ്ങൾക്കവിടെ എല്ലാം തകർന്നു പോയി, തരിപ്പണമായിരിക്കുന്നു എന്നൊന്നും പറയുന്നത് തന്നെ യുക്തിസഹമല്ല. പിന്നെ ഇന്ന് മലയാള മനോരമ ഒരു വിശകലനം നടത്തി കണ്ടു. നിങ്ങൾ നോക്കുക, ആ വിശകലനത്തിൽ തന്നെ വളരെ രസകരമായൊരു വിശകലനമാണ് അവർ നടത്തിയത്. അതിനവർ കേരളത്തിലെമ്പാടും 80ഓളം സീറ്റുകൾ UDFന് ലഭിക്കും എന്നുള്ളൊരു വിശകലനമാണ് അവർ നടത്തിയത്. അതിലവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതിന് നിയമസഭാ മണ്ഡലങ്ങൾ കണക്കാക്കാൻ വേണ്ടി അവരെടുത്ത നിങ്ങൾക്കത് 58ആണെന്നും 58ആണ്. എന്നാൽ ഇതേ മനോരമ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കൊടുത്ത വിശകലനം, ഞാൻ മനോരമയുടെ പത്രം തന്നെ എടുക്കുകയാണ് കേട്ടോ, നിറമളം എന്നാണ് കേരളം എന്നാണ് ആ ടൈറ്റിൽ. അവർ അന്ന് പറഞ്ഞത് 110 സീറ്റുകൾ UDFന് കിട്ടുമെന്നാണ്. 110 സീറ്റുകളുടെ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പോഴും പറഞ്ഞതോ, ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മനോരമ തന്നെ എടുത്ത അളവുകോൽ വെച്ച് 110 സീറ്റ് UDFന് കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞു. അതേ മനോരമ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ചിത്രം മാറിയെന്നാണ്. അന്ന് എഴുതിയത് നിറം മാറി കേരളം എന്നാണ്, ഇപ്പോൾ ചിത്രം മാറിയെന്നാണ്. ഇപ്പോൾ പറയുന്നത് 80 എന്നാണ്. അപ്പോൾ മനോരമയുടെ തന്നെ കണക്ക് വെച്ച് 110ൽ നിന്ന് 80ലേക്ക്, ലോക്സഭയിൽ നിന്ന് പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ UDFൻ്റെ സാധ്യത കുറയുകയാണ് ചെയ്തത്. നമ്പർ 1. നമ്പർ 2, ഇനി ഈ 80ലേക്ക് എത്താൻ മനോരമ എത്തിച്ചേർന്ന അളവുകോൽ എന്താണ്? ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കാണ് മനോരമ എടുത്തിരിക്കുന്നത്. ബുദ്ധിപൂർവമോ അതേ ജില്ലാ പഞ്ചായത്തിൻ്റെ ഡേറ്റ അവൈലബിൾ അല്ലാത്തത് കൊണ്ടോ? നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ജില്ലാ പഞ്ചായത്തിനെ നമുക്ക് പൊളിറ്റിക്കൽ മെഷർമെൻറ്റിന് എടുത്താൽ താരതമ്യേന നമുക്ക് വേണമെങ്കിൽ അതിനോട് യോജിക്കാൻ പറ്റും, ആ മാനദണ്ഡത്തോട്. പക്ഷേ നോക്കൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന ഘടകമായ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്തിട്ടാണ് മനോരമ. എന്നിട്ടും എവിടെ എത്തുന്നുള്ളൂ? 80ലേക്ക് എത്തുന്നുള്ളൂ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 110 എന്ന് മനോരമ തന്നെ വിധിച്ചെടുത്ത് ഇപ്പോൾ 80 എന്ന പ്രൊജക്ഷനിലേക്ക് മനോരമയ്ക്ക് UDFനെ സംബന്ധിച്ച് ചുരുക്കേണ്ടി വരുന്നു. NDAയെ സംബന്ധിച്ചും വളരെ പഴയ കണക്കനുസരിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ വളരെ വളരെ കുറവാണ് അവരുടെ സാധ്യത വരുന്നത്.
തിരുവനന്തപുരം നഗരസഭയിൽ അവർക്ക് ഈ പറയുന്നൊരു ആഘോഷിക്കുന്ന ഇത് മാറ്റിവെച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കഴിഞ്ഞ തവണ BJP ഭരിച്ചിരുന്ന പഞ്ചായത്താണ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത്. ഇത്തവണ LDF തിരികെ പിടിച്ചു. കരവാര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ച് ഭരണം ആരംഭിച്ച പഞ്ചായത്തായിരുന്നു. ആ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു സീറ്റിലാണ് കരവാരത്ത് BJP ഒതുങ്ങിപ്പോയത്. മനസ്സിലായല്ലോ? അപ്പോൾ വലിയ തിരിച്ചടി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.